നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചാണ്. വള്ളിച്ചെടിയായി വളരുന്നതും അണ്ഡാകാരത്തിലോ ഗോളാകൃതിയിലോ ഭക്ഷ്യയോഗ്യമായ ഫലമുണ്ടാകുന്നതുമായ ഒരു സസ്യമാണിത്. വള്ളി നാരങ്ങ, വള്ളി ഓറഞ്ച്, മൂസോളിക്ക, സർബത്തുങ്കായ എന്നീ നാടൻ പേരുകളും ഇതിനുണ്ട്. തെക്കേ അമേരിക്കൻ സ്വദേശിയായ പാഷൻ ഫ്രൂട്ട് പ്രധാനമായും ഇന്ത്യ, ബ്രസീൽ, ഓസ്ട്രേലിയ, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി ചെയ്തു വരുന്നു. പ്രധാനമായും ഫലത്തിനു വേണ്ടിയാണ് ഇത് കൃഷി ചെയ്തു വരുന്നത്. പാഷൻ ഫ്രൂട്ട് കായകളുടെ നിറമനുസരിച്ച് രണ്ട് തരത്തിൽ കാണപ്പെടുന്നു: മഞ്ഞ നിറത്തിലുള്ളതും പർപ്പിൾ നിറത്തിലുള്ളതും. രണ്ടിൻ്റെയും ഇലയും പൂവും ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഇതിൻ്റെ പൂക്കൾ അതിമനോഹരമായതാണ്. കണ്ടു കഴിഞ്ഞാൽ ആമ്പലിനോട് സാദൃശ്യമുള്ളതാണത്. വെള്ളയും നീലയും ചേർന്ന കളറാണ് ഇതിനുള്ളത്. പൂവിന് ധാരാളം കേസരങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഇലകൾ ഏകദേശം 5 സെൻറ്റിമീറ്ററോളം നീളത്തിൽ വരുന്നതും മൂന്നായി വിഭജിച്ചതുമാണ്. പത്രകക്ഷത്തിൽ നിന്നും പുറപ്പെടുന്ന സ്പ്രിങ്ങിൾ പോലുള്ള ഭാഗം ഉപയോഗിച്ചാണ് ഇത് പടർന്നു കയറുന്നത്. പഴച്ചാറുകൾ നിർമ്മിക്കുവാനും അതിന് സുഗന്ധം നൽകുവാനും ഉപയോഗിക്കുന്ന ഫലമാണിത്. ഇത് കട്ടിയുള്ളൊരു ആവരണമാണ് ഇതിനുള്ളത്. അതിൻ്റെ ഉള്ളിൽ സഞ്ചിയിൽ ആവരണം ചെയ്ത് അതിൽ ധാരാളം വിത്തുകളും അടങ്ങിയിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ട് മനസ്സംഘർഷത്തെ കുറയ്ക്കുന്നതിന് നല്ലൊരു ഔഷധമാണ്. അതുകൊണ്ട് തന്നെ നിരവധി രാജ്യങ്ങളിൽ ശാന്തിദായകം എന്ന രീതിയിൽ ഇതിൻ്റെ പാനീയങ്ങൾ കൊടുത്തു വരുന്നു. രാത്രിയിൽ ഉറക്കം ലഭിക്കുന്നതിന് ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. കൂടാതെ വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന വായ്പുണ്ണിനും ഇത് നല്ലൊരു ഔഷധമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. പാഷൻ ഫ്രൂട്ട് അതിൻ്റെ ജ്യൂസ് നല്ല ഔഷധമാണ്, അതുപോലെ നല്ല ബൃംഹണമാണ്. ഇത് ഈ മനസ്സുണ്ടാകുന്ന ടെൻഷൻ കുറയ്ക്കുന്ന പറയാം. അത് ദിവസേന ഒരു അര ഗ്ലാസ് ദിവസേന കഴിച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാവില്ല. ഈ എക്സിക്യൂട്ടീവുകൾക്ക് കൊടുക്കാവുന്ന ഒരു സാധനം, കുറച്ച് വില കൂടിയതാ സാധനം. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ വലിയ കമ്പനി എക്സിക്യൂട്ടീവുകൾക്കൊക്കെ സാധാരണ കഴിക്കാൻ സാധിക്കും. പക്ഷേ നല്ല സാധനം, ഈ സ്ട്രെസ് ഇല്ലാണ്ടേക്കും. അതിലൊരു ഉപയോഗം ഇത് ഉറക്കത്തെ ഉണ്ടാക്കും. ഈ ഉറക്കമില്ലാത്ത ആൾക്കാർക്ക് ഈ പാഷൻ ഫ്രൂട്ട് എരുമപ്പാലിൽ കൂട്ടിച്ചേർത്ത് ജ്യൂസ് അടിച്ചിട്ട് നല്ല ചൂടുള്ള എരുമപ്പാട്ടിൽ അത് അടിച്ച് ജ്യൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറക്കം വരും. പിന്നെ ഈ പാഷൻ ഫ്രൂട്ട് ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, അതുപോലെ ഈ മൈക്രോ എലമെൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ക്ഷീണമായി. ഈ പ്രമേഹ രോഗികൾക്ക് ഉന്മേഷം നൽകാനും ഈ പ്രമേഹം കൊണ്ടുണ്ടാകുന്ന ന്യൂറൈറ്റീസ് എന്ന കണ്ടീഷനിലൊക്കെ ഇത് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന് ഞരമ്പിന് ബലം കിട്ടി ശരീരത്തിൽ ഒരു ഉന്മേഷം ഉണ്ടാക്കും. പിന്നെ ഈ വായപ്പുണ്ണിന് ഇതിൻ്റെ ഇല ഇങ്ങനെ ചവച്ച് കടിക്കുന്നത് നല്ലതാണ്.